മല്ലി കേട്ടോ, എല്ലാം പടന്ന് കിടക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ പടന്നു പോയതാണ്. പക്ഷെ ഇപ്പോൾ ഒന്ന് ഇച്ചിരി ചൂട് വന്ന ഉടനെ എല്ലാം എഴുന്നേറ്റ് വന്നോളും, കുഴപ്പമില്ല. നല്ല ഭംഗിയായിട്ട് കിളിച്ചേക്കാം. എന്നോട് എല്ലാവരും എന്താ പറഞ്ഞറിയാം, ഇടരുത്, നിങ്ങൾക്ക് കിട്ടത്തില്ല, തണുപ്പാകുമെന്ന്. ഞാൻ പരീക്ഷണം നടത്തി, എനിക്കിപ്പോൾ നോക്കും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഇതിൽ അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കും, നല്ല ടിഷ്യൂ പേപ്പർ ഇട്ട്. അപ്പോൾ ടിഷ്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, നമ്മുടെ സാധാരണ കോട്ടൺ തുണി മതി. അത് വെച്ചാന്നേലും നമുക്ക് തുടച്ചെടുത്ത് എന്ത് സാധനം ഉണ്ടെങ്കിലും ഫ്രീസ് ചെയ്ത് വെക്കുക. ഒരിക്കലും നമുക്കത് നഷ്ടമാകത്തില്ല. കാര്യം എപ്പോഴും ഒന്നും ചില സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ല. പെട്ടെന്ന് കറി വയ്ക്കാൻ നോക്കുമ്പോഴായിരിക്കും അയ്യോ മുളകില്ല, അയ്യോ മല്ലിയില്ലേ, അയ്യോ കരിയാപ്പിലയില്ലെന്ന്. പക്ഷേ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഒന്നും വേണ്ട. പക്ഷെ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. ഫ്രീസ് ചെയ്യുമ്പം എന്താണെന്നറിയാമോ, ഒരിക്കലും ഫ്രീസറിൽ നിന്ന് സാധനം വെളിയിലെടുത്ത് ഒത്തിരി നേരം വെക്കരുത്. നമുക്ക് എപ്പോൾ ആവശ്യമോ അന്നേരം വെളിയിലോട്ട് എടുക്കുക. ഉടനെ തന്നെ നമുക്കിപ്പോൾ കരിയാപ്പില ആണെങ്കിൽ സിപ്പ് ലോക്ക് തുറക്കുക, കരിയാപ്പില എടുക്കുക, ഉടനെ അകത്ത് വയ്ക്കുക. നിങ്ങൾ വെളിയിൽ വെച്ചാൽ അത് ഫ്രീസറിലിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം നനവ് വന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം. പക്ഷേ നിങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കുക, എടുക്കുക, അടയ്ക്കുക, വെക്കുക. അത്രേ ഉള്ളൂ. ഒരു കുഴപ്പം വരത്തില്ല. എത്ര നാൾ ഇരുന്നാലും. ഞങ്ങൾക്കൊന്നും കരിയാപ്പില എപ്പോഴും കിട്ടത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് ഫുള്ള് ഫ്രീസർ കിട്ടുന്നവർ പോലും ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. കാര്യം ചിലപ്പോൾ മഴയാണെങ്കിൽ ഓടിപ്പോയി പറിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാവരും മക്കളെ എന്താ ചെയ്യേണ്ടത്, ഫ്രീസ് ചെയ്ത് വെക്കുമ്പം ഒരിക്കലും എയർ അകത്ത് കിടക്കരുത്. ഫ്രീസറിൽ നിന്ന് ഒത്തിരി നേരം വെളിയിലെടുത്ത് വെക്കരുത്. ഇതാണ് നിങ്ങൾ മുഖ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇത് കണ്ടോ, കളർഫുള്ളായിട്ട് മുളകെല്ലാം ഫ്രീസറിൽ നിന്ന് കണ്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തു വേറാത്ത് വെക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഫ്രീസർ തുറന്ന എല്ലാ സാധനങ്ങളും കണ്ടായിരിക്കുന്നത്, എല്ലാ സംഭവങ്ങളും. ബീൻസ് കണ്ടായിരിക്കുന്നത്, ബീൻസ്, തക്കാളി ഉണ്ടോ, നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് തക്കാളി. ചെറിയ തക്കാളി ഉണ്ട്, വലിയ തക്കാളി ഉണ്ട്, എല്ലാ തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും ഞങ്ങളുടെ ഇതിൽ ഇപ്പോൾ വെജിറ്റബിൾ ആണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് എല്ലാ വെജിറ്റബിളും അകത്തങ്ങ് വെച്ച് ഞാൻ അമ്മക്കളിയോട് ചോദിച്ചാൽ അമ്മക്കളിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം കേട്ടോ. ഒന്നും വിഷമിക്കേണ്ട. ആർക്കൊക്കെ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ഒക്കെ എല്ലാവരും കമൻറ്റിലോട്ട് എഴുതിക്കുമോ, അമ്മക്കളി പറഞ്ഞുതരാം കേട്ടോ.